സുഹൃത്തുക്കളെ, ബിയോണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അടുത്ത എപ്പിസോഡാണ്. നമ്മളിപ്പോൾ സീഡ് സീരീസാണ് ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ചിയാ സീഡ് ചെയ്തു. ഈ പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് ഫ്ലാക്സ് സീഡാണ്. ഇതാണ് ഈ ഫ്ലാക്സ് സീഡ്. ഇതിങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഫ്ലാക്സ് സീഡ് പൊടിച്ചത്, ഇതാണ് കഴിക്കുക. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ നമുക്ക് ചെടീനെ കുറിച്ച് പറയാം. ഈ ഫ്ലാക്സ് പ്ലാന്റ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എന്ന് തന്നെ പറയാം. അതിൻ്റെ മലയാളം പേരാണ് ചണവിത്ത്. ചില സ്ഥലങ്ങളിൽ പറയും ചെറുചണ എന്ന് പറയും. ഇതിൻ്റെ ഈ ഫ്ലാക്സ് പ്ലാന്റിൻ്റെ സയൻറ്റിഫിക് നെയിം ലയനം യൂസിറ്റേറ്റിസം എന്നാണ് ശാസ്ത്രീയ നാമം. ഇതിൻ്റെ ഫാമിലി കുടുംബം ലൈനേസിയാണ്. ഇത് രണ്ട് കാര്യങ്ങൾക്കാണ് കൾട്ടിവേറ്റ് ചെയ്യുക. ഒന്ന് സീഡ് പൊടിച്ച് കഴിക്കാനും, രണ്ട് അതിന് ഫൈബർ എക്സ്ട്രാക്ട് ചെയ്യാനും. ഫൈബർ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഇനി ഈ ഫ്ലാക്സ് പ്ലാന്റ് അത് 1 തൊട്ട് 4 അടി വരെ പൊക്കം വയ്ക്കും. ഫ്ലവേഴ്സ് ഒരു വെള്ള അല്ലെങ്കിൽ ബ്ലൂ കളറിലാണ് വരിക. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ഒരു ഹെർബാണ്, ആനുവലാണ്. അതിലൊരു സീസണിൽ കൊല്ലം നിൽക്കും. അതുപോലെ കൂൾ വെതർ വേണം, തണുത്തൊരു കാലാവസ്ഥയാണ് ഇതിനെ പ്രിഫറബിൾ. ഇനി ഫ്ലാക്സ് സീഡിന് സാധനം ഉപയോഗിക്കുന്ന ടൈമാണ് ന്യൂട്രീഷണൽ പവർ ഹൗസ് എന്നാണ് പറയുക. അത്രയും ന്യൂട്രീഷനിലുണ്ട്. ഒരു 100 ഗ്രാം ഡ്രൈ സീഡാണ് ഞാൻ പറയണത്. അതിൽ എത്ര ഡിനോമിനേഷൻ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ 100 ഗ്രാം റോ സീഡ് എടുത്തു കഴിഞ്ഞാൽ, ലിൻസീഡ് അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 534 കലോറി എനർജി കിട്ടുന്നതാണ് പറയണത്. അതുപോലെ തന്നെ ഫാറ്റ് ഏകദേശം 37 തൊട്ട് 40 ഗ്രാം വരെ ഫാറ്റ് ഉണ്ട്. പിന്നെ ഒമേഗ 3 ഇതിലുണ്ട്, അത് മറക്കണ്ട. അതുപോലെ തന്നെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. അതുപോലെ അതിൽ കാണുന്നത് അല എന്ന് പറയും, ALA, ആൽഫ ലിനോലെനിക് ആസിഡാണ്. ഇതിൽ ഫൈറ്റോ എസ്ട്രജൻ ഉണ്ട്. ഈ ഫൈറ്റോ എസ്ട്രജൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫീമെയിലുമായി, നമ്മുടെ ഹ്യൂമൻസിൽ ഫീമെയിലുമായി ബന്ധപ്പെട്ട ഒരു ഹോർമോണാണ് എസ്ട്രജൻ. അതിൻ്റെ പ്ലാന്റ്സിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് കഴിക്കുന്നത് നല്ലതാണ് ഫീമെയിൽസിനെന്ന് പറയുന്നുണ്ട്, പ്രത്യേകിച്ച് മെനോപോസുമായിട്ടുള്ള ഇംബാലൻസ് നള്ളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി കാർബോഹൈഡ്രേറ്റ് ഏകദേശം 26 തൊട്ട് 28 ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. ഡയറ്ററി ഫൈബേഴ്സിൽ അവൈലബിൾ ആണ്, അതും ഏകദേശം 25 ഗ്രാമോളം ഉണ്ട്. പിന്നെ മിനറൽസ് ഉണ്ട്, അത് മെയിനായിട്ട് പൊട്ടാസ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം. ഇതൊക്കെ ന്യൂട്രീഷണൽ ആസ്പെക്റ്റ്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഒന്ന്, ഇത് ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്. 2, ഇത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കുറേ കൂടെ സമാനം കിട്ടും സ്റ്റൊമക്കിനൊക്കെ. പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വെയ്റ്റ് മാനേജ്മെൻറ്റ് പറ്റും, ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യും. ഇനി ഇതിൻ്റെ പ്രിക്കോഷൻസ് എങ്ങനെ കഴിക്കണം എന്താണെന്നുള്ളത് അതിന് തന്നെ ഓർക്കേണ്ടത്, ഈ ഡ്രൈ സീഡ് നമുക്കൊരിക്കലും കഴിക്കാൻ പാടില്ല. കഴിച്ചിട്ട് കാര്യം ബോഡിയിലേക്ക് എടുക്കില്ല. അപ്പോൾ ഇത് ചൂടാക്കണം. നമ്മൾ കപ്പലണ്ടിയൊക്കെ ചൂടാക്കുമ്പോൾ ഒരു ടെമ്പറേച്ചർ വരുമ്പോൾ അല്ലെങ്കിൽ ചൂടായി കഴിയുമ്പോൾ അത് പൊട്ടും. അതുപോലെ ഇതും പൊട്ടി തുടങ്ങും. അപ്പോൾ അതിൻ്റെ ടൈമായി എന്നർത്ഥം. എന്നിട്ടത് തണുക്കാൻ അനുവദിച്ച് അത് പൊടിക്കുക. അപ്പോൾ ഈ പൊടിച്ച ചണ സീഡാണ് നമ്മൾ കഴിക്കുക. അത് സ്മൂത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൂടെ നമുക്ക് കഴിക്കാം. ഇത് എത്ര കഴിക്കണം, എങ്ങനെ കഴിക്കണം? ആദ്യം വളരെ കുറവ് എമൗണ്ട്, പിന്നെ കുറച്ചും കൂടെ കൂട്ടുക, പിന്നെ അതിൻ്റെ മാക്സിമം എമൗണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എമൗണ്ട് പറഞ്ഞില്ലല്ലോ എന്ന്. എമൗണ്ട് സാധാരണ പറയുക 1 to 2 ടേബിൾ സ്പൂണാണ് പറയുക. 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ, അതായത് ഏകദേശം 10 തൊട്ട് 20 ഗ്രാം വരെ വരും. ഇത് കൂടുതൽ കഴിക്കരുത്. ഇതാണ് അതിൻ്റെ ഒരു ലിമിറ്റ്. ഇത് വെച്ച് കഴിക്കുകയാണ് നല്ലത്. ഫീമെയിൽസിന് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് മെനോപോസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഹോർമോണൽ ഇംബാലൻസൊക്കെ നള്ളിഫൈ ചെയ്യാൻ കുറേയൊക്കെ ഇതുകൊണ്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. കാരണം ഇതിൽ ഫൈറ്റോ എസ്ട്രജൻ ഉണ്ട്. അതുപോലെ മെയിൽസിനും പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നള്ളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ സപ്രസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ചില റൈറ്റിങ്സ് അങ്ങനെയുണ്ട്. അപ്പോൾ അവരുടെ ഹെൽത്തിയാണെന്ന് പറയണു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ സീഡുമായി ബന്ധപ്പെട്ടത്. ഈ ഫൈബർ ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് ഫൈബർ എടുക്കുക. ഈ ഫൈബർ ഏതാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? ആ ഫൈബറിൻ്റെ പേരാണ് ലിനൻ. നമ്മൾ കോട്ടൺ കേട്ടിട്ടുണ്ട്, ലിനൻ എന്ന് പറഞ്ഞ ഫൈബർ ചെയ്യുന്ന എടുക്കുക. അപ്പോൾ ലിനൻ നിങ്ങൾക്ക് അറിയാൻ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടാണ്. അത് എടുക്കണം പ്ലാന്റാണ് ഈ ഫ്ലാക്സ് പ്ലാന്റ്, ലയനം യൂസിറ്റേറ്റിസിമ. അപ്പോൾ അത് പ്ലാന്റിൽ നിന്നാണ് എടുക്കുക. നമ്മൾ കഴിക്കുന്നത് സീഡ് പൊടിച്ചിട്ടാണ് കഴിക്കുക. അപ്പോൾ ഫൈബർ അതിലുണ്ട്. പിന്നെ എപ്പോഴും നമ്മൾ കഴിക്കുമ്പോൾ, ഒരു പുതിയ കാര്യം കഴിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ സ്ഥിരമായിട്ട് ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യുക. അതാണ് എപ്പോഴും സേഫർ സൈഡ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഫ്ലാക്സ് സീഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. അതുപോലെ ലിനനും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സോ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.